ഈ ധർമ്മസ്ഥലയിലെ കേസിലേ നമ്മളെ മനാഫിന് എന്താ ശരിക്കും അവിടെ റോള്? ശരിക്കും മനാഫിന് എന്താണ് റോളെന്ന് ഇതുവരെ നമുക്ക് ആർക്കും മനസ്സിലാവില്ല. പക്ഷേ ന്യൂസ് 18 ന്യൂസ് 18, 24, പിന്നെ ന്യൂസ് മിനിറ്റ്, പിന്നെ അങ്ങനെ കുറെ ചാനലുകൾ ഇദ്ദേഹത്തെ ഈ ചർച്ചയ്ക്ക്, ഈ ധർമ്മസ്ഥലവുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് പിടിച്ചിരുത്തി ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ഇതുവരെ നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പോൾ ഷിരൂരിൽ അർജുന്റെ കേസാണെങ്കിൽ നമുക്ക് പറയാം ആ ലോറിയുടെ ഉടമ മനാഫാണ്. മനാഫിന്റേതായ ഒരു ഉത്തരവാദിത്വമുണ്ട് അവിടെ. തീർച്ചയായിട്ടും മനാഫ് അവിടെ ഉണ്ടാകണം. അർജുൻ മരിച്ചു എന്ന് അറിഞ്ഞതിന് ശേഷം അർജുന്റെ ബോഡി വീട്ടിലേക്ക് കിട്ടിയാൽ അത് എത്തിക്കുന്നത് വരെയുള്ള കാര്യങ്ങളിൽ മനാഫ് ഉണ്ടാവണം. കാരണം മനാഫിന് വേണ്ടിയിട്ടാണ് അർജുൻ കർണാടകയിലേക്ക് പോയത് തന്നെ. അപ്പൊ ഇവിടെ മനാഫിന് എന്താണ് കാര്യമെന്ന് ചോദിച്ചാൽ ഇപ്പോഴും അതൊരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. മനാഫിന് എന്താണ് ഇവിടെ കാര്യമെന്ന് ആർക്കും അറിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ മനാഫ് പറയുന്നത്, ഇവിടെ ഈ കാട്ടിൽ കുടിച്ചാൽ 100 കണക്കിന് തലയോട്ടികളും അസ്ഥികൂടങ്ങളും ലഭിക്കും. ഇത് മനാഫിന് എങ്ങനെയാണ് അറിയാവുന്നത്? കേരളത്തിൽ കിടക്കുന്ന മനാഫിനെ കർണാടകയിലെ ധർമ്മസ്ഥലം മഞ്ജുനാഥ ക്ഷേത്രത്തിൽ ഇത്തരം പല സ്ഥലങ്ങളിൽ ഡെഡ് ബോഡികൾ കുഴിച്ചിട്ടിട്ടുണ്ട് എന്ന് ഈ ശുചീകരണ തൊഴിലാളി പറയാതെ, അല്ലെങ്കിൽ ഇതിന്റെ അകത്ത് നിന്ന് ഒരാൾ പറയാതെ എങ്ങനെയാണ് അങ്ങനെ ഉണ്ട് എങ്കിൽ എങ്ങനെയാണ് മനാഫ് ഇത് അറിഞ്ഞത്? അപ്പോൾ ഇതിലെവിടെയോ ഒരു ഗൂഢാലോചന നമ്മൾ കാണുന്നില്ലേ? കാരണം ഈ ധർമ്മസ്ഥലം എന്ന് പറയുന്നത് ആ പ്രദേശത്ത് തന്നെ ഒരുപാട് ആളുകളുടെ നോട്ടമായ സ്ഥലമാണ്. കാരണം പിന്നെ കുറച്ച് വനാന്തരങ്ങളുള്ള സ്ഥലമാണ്. നല്ല റിസോർട്ടുകളും ഹോട്ടലുകളും പണിയാൻ പറ്റിയ സ്ഥലമാണ് ഈ ധർമ്മസ്ഥലം എന്ന് പറയുന്നത്. ഇപ്പോൾ അവിടുത്തെ ക്ഷേത്രമൊക്കെ പൊളിച്ചു കളഞ്ഞാൽ ഇതൊരു എന്താ ഈ മാഫിയ ഉണ്ടല്ലോ, എന്ത് മാഫിയ? നമ്മൾ ഈ ഭൂമാഫിയക്ക് ഇത് വളരെ പ്രയോജനപ്രദമാകുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ ഈ പ്രയോജനമാകുന്ന സ്ഥലത്തെ ഏറ്റെടുക്കാൻ ഇവർ കുറെ നാൾ കൊണ്ട് ശ്രമിക്കുന്നു. ഇപ്പൊ ഈ വീരേന്ദ്ര ഗൗഡ എന്ന് പറയുന്ന വീരേന്ദ്ര ഹെഡ്ഗ, അദ്ദേഹമാണ് അദ്ദേഹത്തിന്റെ സ്ഥലമാണ് ഈ ധർമ്മസ്ഥലം എന്ന് പറയുന്നത്, ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലമൊക്കെ. അപ്പൊ ഇദ്ദേഹത്തോട് കുറെ നാളുകളായി ചോദിക്കുന്നുണ്ട്, ഈ സ്ഥലം ഞങ്ങൾക്ക് തരുമോ എന്ന്. അപ്പൊ ഇദ്ദേഹം അത് ക്ഷേത്രം കൂടെ ഉൾക്കൊള്ളുന്ന സ്ഥലമാണ്, ഇദ്ദേഹം അത് നൽകുന്നില്ല എന്ന് പറയുന്നു. അവിടെ തുടങ്ങിയ ഒരു പ്രശ്നമാണ് ഇപ്പോ ഈ ധർമ്മസ്ഥലത്ത്. ഒരുപാട് മൃതദേഹങ്ങളുണ്ട്, ഒരുപാട് 400-ലധികം മൃതദേഹങ്ങൾ കുഴിച്ചിട്ടിട്ടുണ്ട്. പല സ്ത്രീകളെയും ബലാത്സംഗം ചെയ്ത്, അതായത് അമ്പലത്തിൽ പൂജയ്ക്കായി വരുന്ന അല്ലെങ്കിൽ പ്രാർത്ഥിക്കാനായി വരുന്ന സ്ത്രീകളടക്കം ബലാത്സംഗം ചെയ്ത് അവിടെ ഇടുന്നു. ഇതിനിടയ്ക്ക് 2-3 പേർ ഇതുമായി ബന്ധപ്പെട്ട് ചില വെളിപ്പെടുത്തലുകൾ നടത്തി വന്നിരുന്നു. അവരുടെ അനിയത്തിയെ കാണാനില്ല, അത് ഈ ധർമ്മസ്ഥലത്ത് പോയതിനു ശേഷമാണ് കാണാനില്ല എന്നുള്ളത് പിന്നീട് പിടിച്ചോണ്ടുപോയ പോലീസുകാരൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ വെളിപ്പെടുത്തലുകളൊക്കെ ന്യൂസ് 18 അടക്കമുള്ള ചാനലുകൾ ഇട്ടു. എനിക്ക് തോന്നുന്നു ന്യൂസ് 18 ഇത് വലിയ റേറ്റിംഗ് ആയി. ഇത് സംപ്രേഷണം ചെയ്തതിൽ അവരുടെ വലിയ റീച്ച് കിട്ടി ആ വാർത്തയ്ക്ക്. പിന്നെ അവിടെ ചെന്ന് ആ സ്ഥലങ്ങളൊക്കെ കാണിച്ച് കുറെ ആളുകളുടെ പിന്നെ ബൈറ്റൊക്കെ എടുത്താണ് അവരത് ചെയ്തത്. അപ്പൊ കുറെ ഈ റീച്ച് കിട്ടിയത് കണ്ടിട്ടാണ് ഈ ന്യൂസ് മിനിറ്റ് എന്ന് പറയുന്നതും ഈ 24 ഒക്കെ അടക്കം അവിടെ തമ്പടിച്ച് കിടന്നുകൊണ്ട് വാർത്തകൾ എടുത്തതും ഒക്കെ. ഇപ്പൊ അവരുടെയൊക്കെ മുഖം രക്ഷിക്കാൻ വേണ്ടി അവർ കിടന്ന് കഷ്ടപ്പെടുകയാണ്. കാരണം ഈ ശുചീകരണ തൊഴിലാളി നേരെ മറുകണ്ഠം ചാടി. എന്നുവെച്ചാൽ ശുചീകരണ തൊഴിലാളി പറയുന്നത്, അത്തരത്തിലൊരു സംഭവം നടന്നത് ഞാൻ ചുമ്മാ പറയുന്നതാണ്, ഇത്തരത്തിലൊരു സംഭവം നടന്നിട്ടില്ല എന്നാണ് ഈ ശുചീകരണ തൊഴിലാളി പ്രത്യേക അന്വേഷണ സംഘത്തോട് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് മുഴുവൻ കള്ളക്കഥയാണ്. ക്ഷേത്ര അധികാരികളുമായി അടുത്തിടെ തെറ്റിപ്പിരിഞ്ഞ ഒരു റിയൽ എസ്റ്റേറ്റ് ഉടമയാണ് ഇതിന് പിന്നിൽ. മഹേഷ് ഭട്ട് എന്നാണ് അയാളുടെ പേര്. അയാളാണ് തന്നെ ഇതൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചത്. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആ സ്ഥലത്തെ വാർത്തകളിൽ ഇങ്ങനെ നിറഞ്ഞു നിർത്തണം. അപ്പോൾ ആ സ്ഥലത്തേക്ക് ആരും വരാതെയാകും, ആ ക്ഷേത്രത്തിലേക്ക് ആരും വരാതെയാകും. അങ്ങനെയാകുമ്പോൾ അത് ചുളിവ് വിലക്ക്, കാരണം ഇത്രയും പിന്നെ ദുരൂഹതകൾ നിറഞ്ഞ ഒരു സ്ഥലം കയ്യിൽ വെച്ചുകൊണ്ടിരിക്കാൻ ആരും ഇതാവില്ല. അപ്പോൾ നിസ്സാര വിലക്ക് നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ അത്തരത്തിൽ ഒരു കാര്യം കൂടി വേണം എന്നുള്ള രീതിയിലാണ് ഇദ്ദേഹത്തെ ഈ മഹേഷ് ഭട്ട് എന്ന് പറയുന്ന ഈ ഭൂമാഫിയ തലവൻ ഈ ശുചീകരണ തൊഴിലാളിയെ പറഞ്ഞ് പഠിപ്പിച്ചത്. പിന്നീടാണ് ഇയാൾ ഈ അന്വേഷണ സംഘത്തിന് മുന്നിൽ വന്ന് പറഞ്ഞത്. പിന്നീട് തെളിവുകളൊക്കെ ഇപ്പൊ ഇയാൾ ഹാജരാക്കി. ധർമ്മസ്ഥലയിലെ കൂട്ടക്കൊലപാതകങ്ങൾ ഏറ്റവും കൂടുതൽ കവർ ചെയ്ത ചാനലുകൾ ഇപ്പോ പെട്ടിരിക്കുന്ന അവസ്ഥയിൽ എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും ഈ ഒരു സംഭവം ഇത് വല്ലാത്തൊരു, ഇതിനിടയ്ക്ക് ഈ ശുചീകരണ തൊഴിലാളി മുസ്ലിമാണ്, അതുകൊണ്ട് വർഗീയത വളർത്താൻ ശ്രമിക്കുകയാണ്, അത്തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ കുറെ ആളുകൾ പടച്ചുവിടുന്നത് കണ്ടു. ഈ വർഗീയപരമായി ഇതിനെ
മാറ്റാനായി. ഇതവിടെ നടന്നത് എന്താണ് എന്ന് യഥാർത്ഥത്തിൽ അത് ഈ 400 മൃതദേഹങ്ങൾ കുഴിച്ചിട്ടു എന്നൊക്കെ പറയുന്നത് നിസ്സാരമായി തള്ളിക്കളയാൻ പറ്റുന്ന കാര്യമല്ല. അത് സത്യമാണ് എങ്കിൽ ഒരുപാട് പേരെ കൊന്ന് വേറെ സംഭവം ഉണ്ടായിട്ട് ഈ അന്വേഷണം നടക്കുന്ന ഭൂമി ഉണ്ടല്ലോ, അവിടെ ഒരു രാത്രിയിൽ മറ്റേ ലോഡ് കണക്കിന് മണ്ണും മാലിന്യങ്ങളും കൊണ്ടടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് എന്തിനെന്നുള്ള ചോദ്യം അവിടെ ബാക്കിയാവുന്നുണ്ട്. ഇപ്പൊ ഈ ശുചീകരണ തൊഴിലാളി ആരെങ്കിലും പണം വാങ്ങിച്ചിട്ടാണോ ഇത് മാറ്റി പറഞ്ഞതെന്ന് നമുക്കറിയില്ല. ഈ പിന്നെ ഇപ്പൊ വീരേന്ദ്ര എന്ന് പറയുന്ന വീരേന്ദ്ര അദ്ദേഹത്തിന്റെ ആളുകളിൽ നിന്ന് പണം വാങ്ങിച്ചിട്ടാണോ ഇയാൾ മാറ്റി പറഞ്ഞതെന്ന് നമുക്കറിയില്ല. സ്ഥലത്ത് യഥാർത്ഥത്തിൽ ചിലപ്പോൾ ആ സ്ഥലത്ത് ഇത് സംഭവിച്ചിരിക്കാം, ഇല്ലായിരിക്കാം. അതിപ്പോ പിന്നെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി അന്വേഷിക്കണം. കാരണം 400 മൃതദേഹങ്ങൾ അവിടെ കുഴിച്ചിട്ടു എന്ന് പറയുന്നത് നിസ്സാര കാര്യമൊന്നും അല്ല, അത് വളരെ ഗൗരവത്തോടെ കാണേണ്ട കാര്യം തന്നെയാണ്. പക്ഷെ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് പല സ്ഥലങ്ങളും കുഴിച്ചപ്പോൾ കൈകാലുകൾ കിട്ടി, പക്ഷെ ഒന്നിന്റെ തലയോട്ടികൾ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ ഈ തലയോട്ടികളൊക്കെ എന്ത് ചെയ്തു? ഒന്നുകിൽ തലയോട്ടികൾ മറ്റെവിടെയെങ്കിലും മറവ് ചെയ്തിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടാകില്ല. ചിലപ്പോൾ പണ്ട് മരണപ്പെട്ട ആരുടെയെങ്കിലും ഒക്കെ ആയിരിക്കും. കാരണം DNA ഒക്കെ ഒരേ DNA വരുന്നത് എല്ലാവരുടെയും പരിശോധിക്കുമ്പോഴും. അതെങ്ങനെയാണ് അതിന്റെ പരമായൊന്നും അറിയില്ല. പക്ഷെ ഇവിടെ അതൊക്കെ നടക്കട്ടെ, അതൊക്കെ അതിന്റെ വഴിയിലേക്ക് നടക്കട്ടെ. ക്ഷേത്രത്തിലാണെങ്കിലും മൃതദേഹങ്ങൾ കണ്ടെത്തിയാൽ അത് തീർച്ചയായിട്ടും അത് അന്വേഷിക്കേണ്ടത് തന്നെയാണ്, അത് അന്വേഷിക്കുക തന്നെ വേണം. അതിലൊരു ഒരു തെറ്റുമില്ല. കാരണം ക്ഷേത്രത്തിൽ ഇത് നടന്നാൽ അറിയണം. ക്ഷേത്രങ്ങളിലല്ല, പള്ളികളില്ല, എവിടെ ഇത്തരത്തിലുള്ള കൂട്ടക്കൊലപാതകങ്ങളും ബലാത്സംഗങ്ങളും ഒക്കെ നടന്നാലും അത് പിന്നെ അറിയണം, അത് പുറത്ത് കൊണ്ടുവരിക തന്നെ വേണം. പക്ഷെ ഇവിടെ മനാഫിന് എന്താണ് കാര്യം? മനാഫ ഇടപെടണമെങ്കിൽ മദ്രസകളിൽ എത്ര ഉസ്താദുമാർ പെൺകുട്ടികളെ പീഡിപ്പിക്കുന്നു, പലരും മരണപ്പെടുന്നു, ആൺകുട്ടികളെ പ്രകൃതി വിരുദ്ധ ലൈംഗികത്തിന് ഇരയാക്കുന്നു, പെൺകുട്ടികളെ പീഡിപ്പിക്കുന്നു. നമ്മൾ എവിടെയെങ്കിലും മനാഫിനെ കണ്ടിട്ടുണ്ടോ? മനാഫ് സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഇടപെടുന്ന ഒരാളാണെങ്കിൽ മനാഫിന് ഇവിടെയൊക്കെ ഇടപെടണ്ടേ? എത്ര പള്ളിയിലച്ചന്മാർ, അവിടുത്തെ കന്യാസ്ത്രീകൾ അടക്കം, അല്ലെങ്കിൽ അവിടെ കുംഭസാരത്തിന് വരുന്ന സ്ത്രീകളെ കുംഭസരിപ്പിച്ചിട്ട് ഇത് പുറത്തു പറയുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് എത്ര പേരെ പീഡിപ്പിക്കുന്നുണ്ട്. അവിടെ മനാഫ് എന്താ ഇടപെടാത്തത്? എന്തെല്ലാം സാമൂഹികപരമായ കാര്യങ്ങൾ നമ്മുടെ ഇവിടെ നടക്കുന്നുണ്ട്. ഇതിലൊക്കെ എന്തുകൊണ്ടാണ് മനാഫ് ഇടപെടാതെ ഈ വിഷയങ്ങളിൽ മാത്രം തേടിപ്പിടിച്ച് മനാഫ്, അതായത് ഈ ശ്രദ്ധ കിട്ടുന്ന, അതായത് അവനവന്റെ സമുദായത്തെ തൊട്ടാൽ അത് വേദനിക്കും, മറ്റുള്ളവരുടെ സമുദായത്തിലെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വിശ്വാസങ്ങളിൽ ചെന്ന് കടിച്ചു തൂങ്ങിയിട്ട് അതിൽ നിന്ന് മനാഫിന് എങ്ങനെയാണ് അറിയാവുന്നത് ഇവിടെ കുറെ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടിട്ടുണ്ട്? ഈ ശുചീകരണ തൊഴിലാളിയൊക്കെ നമുക്ക് അവിശ്വസിക്കാൻ പറ്റില്ല. അതെ, മനാഫിനെ ചോദ്യം ചെയ്യണം. മനാഫ് അങ്ങനെയാണെങ്കിൽ മനാഫിനെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യണം. കാരണം അവിടെ കുഴിച്ചാൽ ഇനിയും മൃതദേഹങ്ങൾ കിട്ടുമെന്ന് മനാഫ് എങ്ങനെയാണ് പറയുന്നത്? ഇപ്പൊ പറയാൻ കഴിവുണ്ടെങ്കിൽ മനാഫ് സ്പോട്ട് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക, പോലീസുമായിട്ട് മനാഫ് കുഴിക്കട്ടെ. അതെ, മനാഫ് കുഴിക്കട്ടെ. മനാഫ് ഇപ്പോ ശിരൂരിൽ മണ്ണിനടിയിൽ തന്നെ അർജുൻ ഉണ്ടെന്ന് അവസാനം ഇവിടെ നിന്നാണ്, വെള്ളത്തിൽ നിന്നാണ് നമുക്ക് അർജുനന്റെ മൃതദേഹം കണ്ടെത്താൻ സാധിക്കുന്നത്. അപ്പോ അതിനിടയ്ക്ക് മനാഫിനെ കുറിച്ച് ചാരിറ്റിയുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളിൽ മനാഫിനെ വാർത്തകൾ വന്നിരുന്നു. മനാഫ് തന്നെ അതിന് ഉത്തരവുമായി രംഗത്ത് വന്നു. ഞാൻ ആരുടെയെങ്കിലും 5 പൈസ കട്ടിട്ടുണ്ടെന്ന് ആരെങ്കിലും തെളിയിച്ചാൽ, അല്ലെങ്കിൽ ആരിൽ നിന്നെങ്കിലും ഞാൻ അർജുന്റെ പേര് പറഞ്ഞ് പൈസ വാങ്ങിയിട്ടുണ്ടെന്ന് തെളിയിച്ചാൽ ഞാൻ എന്താ നിങ്ങൾ പറയുന്നത് എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ അതൊക്കെ മാഞ്ഞു പോകുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. ഒരു കാര്യം നമ്മൾ ഉന്നയിക്കുമ്പോൾ ആ കാര്യത്തിൽ നമുക്ക് വ്യക്തത വേണം, അല്ലെ? വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിൽ അവിടെ എവിടെയൊക്കെ കിട്ടണത് കൊണ്ടുവന്ന് ചുരണ്ടി ഇളക്കി എന്തെങ്കിലുമൊക്കെ ഇട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഒന്ന് ശുചീകരണ തൊഴിലാളിയുടെ സമുദായത്തെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം മുസ്ലിം ആയതുകൊണ്ടാണ് ഹിന്ദുക്കളെ ഇങ്ങനെ പറയുന്നത് എന്ന് പറഞ്ഞ് കുറെ വേട്ടാവളിയന്മാർ ഇറങ്ങിയിരുന്നു. ആധികാരികമായിട്ട് പറയുന്ന കുറെ വേട്ടാവളിയന്മാരുണ്ട്. എന്ന് വെച്ചാൽ ബുദ്ധിക്കും സ്ഥിരത, തലയ്ക്ക് വിവരവും ഇല്ല, ബുദ്ധിക്ക് സ്ഥിരതയില്ല, അറിവും ഇല്ലാത്ത കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ മതമല്ല പ്രശ്നം. മതം ഏതായാലും, ഏത് മതത്തിലായാലും ഇത്തരത്തിലുള്ള പിന്നെ എന്താ പറയുക വൃത്തികേടുകൾ നടക്കുന്നുണ്ടെങ്കിൽ, ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും പുറത്തു കൊണ്ടുവരേണ്ടത് അധികാരികൾ അതിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തണമെന്ന് തന്നെയാണ്. നാളെ ഇത് ആവർത്തിക്കപ്പെടരുത് എന്നുള്ളത് മാത്രമാണ്.